തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതും മനോഹരവുമായ 10 സൺസെറ്റ് സ്പോട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്നായിരിക്കും വെള്ളാണിക്ക് പാറമൂട്. വെഞ്ഞാറമൂടിനും തോന്നയ്ക്കലിനിടയിലുള്ള വിശാലമായൊരു പാറയും അതിൽ ക്ഷേത്രവും പുൽച്ചാണി ഗുഹയും ഒക്കെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം. എന്നാൽ ഇന്ന് ആ സൗന്ദര്യത്തെക്കുറിച്ചൊന്നുമല്ല, ഈ പ്രദേശത്തെ, ഇത്രയും മനോഹരമായ പ്രദേശത്തെ നശിപ്പിക്കുന്ന കുറേയേറെ മനുഷ്യരും അവരുടെ പ്രവർത്തികളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. പാറയിലേക്ക് വരുന്ന വഴിയുടെ രണ്ടറ്റവുമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഡയപ്പറിന്റെ വേസ്റ്റ് മുതൽ മൃഗങ്ങളുടെ വേസ്റ്റ് വരെ ഇവിടെ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. അസഹ്യമായ ദുർഗന്ധത്തോടു കൂടിയാണ് ഇതുവഴി പോകാൻ സാധിക്കുന്നത്. ഈ വേസ്റ്റ് കഴിക്കുന്ന തെരുവുനായക്കൂട്ടവും ഈ റോഡിന്റെ ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേടി സ്വപ്നമാണ്. ഇത്രയും മനോഹരമായ ഒരു റോഡരികിൽ എങ്ങനെ ഇങ്ങനെ വേസ്റ്റ് കളയാൻ ഇവർക്കൊക്കെ തോന്നുന്നു എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്നാമത്തെ കടമ്പ കഴിഞ്ഞാൽ രണ്ടാമത്തെ പരീക്ഷണം പാറയിലേക്കുള്ള മോശം റോഡാണ്. ഓഫ് റോഡിന്റെ എക്സ്ട്രീം വേർഷനിലൂടെയാണ് പാറയിലേക്ക് പോകേണ്ടത്. ഈ റോഡിന്റെ ദുർഗതിക്ക് കാരണം പാറയുടെ അടുത്തുള്ളൊരു ക്വാറിയിലേക്കുള്ള ഹെവി വാഹനങ്ങളുടെ സഞ്ചാരമാണെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ്. ഇത്രയും എളുപ്പത്തിൽ വന്നെത്താൻ കഴിയുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലെ റോഡുകളുടെ അവസ്ഥയെക്കുറിച്ച് അധികാരികൾക്ക് ശരിക്കും മൗനമാണെന്നാണ് തോന്നുന്നത്. ഇനി പാറയിലേക്ക് വരുമ്പോൾ നിരവധി വേസ്റ്റ് ബിന്നുകൾ ഇവിടെ ഉണ്ടെങ്കിലും അവയിലൊന്നും വേസ്റ്റ് ഇടാതെ അങ്ങിങ്ങായി വലിച്ചെറിയുന്ന, ഇവിടെ വരുന്ന, ഇത് ആസ്വദിക്കാൻ എത്തുന്ന ജനങ്ങളാണ് മറ്റൊരു ശാപം. അധികാരികളെയൊക്കെ ഒരുപാട് കാര്യത്തിൽ കുറ്റം പറയുമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ കാര്യങ്ങളൊക്കെ വൃത്തിയായി ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായേനെ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ സ്ഥാപിച്ച വൈദ്യുത വിളക്കുകൾ വളരെ മനോഹരമായിരുന്നു. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലൈറ്റുകൾ പൊട്ടിച്ച് അതിന്റെ എല്ലാ ഭാഗങ്ങളും നശിപ്പിക്കപ്പെട്ടു. ഇന്നും ഇവിടെ നമുക്ക് അതിന്റെ പൊട്ടിയ ഭാഗങ്ങളൊക്കെ കാണാനായി സാധിക്കും. ലഹരി ഉപയോഗത്തിനും മറ്റ് പല പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഇവിടെ എത്തുന്ന സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം അത് വേറെ തന്നെയാണ്. പോലീസ് ഇടയ്ക്കിടെ വരുമെങ്കിലും ഇത്രയും വിശാലമായ ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ അവർക്കും ഒരുപാട് പരിമിതികൾ ഉണ്ടാവാറുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച സൺസെറ്റ് കാണാം. അതിനായി ഇവിടെ ഒരു വ്യൂ പോയിന്റ് വരെ ഉണ്ടായിരുന്നു കുറച്ച് നാൾക്ക് മുമ്പ് വരെ. എന്നാൽ വ്യൂ പോയിന്റ് ആയിരുന്ന ആ കെട്ടിടം വരെ ഇപ്പോൾ നശിപ്പിക്കപ്പെട്ടു. ഇപ്പോൾ ഇവിടെ വന്നാൽ മനോഹരമായ പ്രകൃതി സൗന്ദര്യത്തെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ മറയ്ക്കുന്ന ഇത്തരം വേസ്റ്റ് കൂനുകളും നശീകരണ പ്രവർത്തനങ്ങളുമാണ് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം വേസ്റ്റ് ഇടാൻ കൊണ്ടുവച്ചിരുന്ന ബിന്നുകൾ വരെ ബൈക്കിൽ വന്ന ചെറുപ്പക്കാർ മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് പറയുന്നു. അത്രയും ഗതികെട്ട അവസ്ഥയിലൂടെയാണ് ഇവിടം ഇന്ന് കടന്നു പോകുന്നത്. വൃത്തിയായി മനോഹരമായി സൂക്ഷിച്ചാൽ എത്ര മികച്ചൊരു പ്രദേശമായി മാറേണ്ട സ്ഥലമാണ് ഇവിടെ. പ്രദേശവാസികളുടെ ഇടപെടലുകൾക്ക് സ്വാഭാവികമായിട്ടും ഒരു പരിധി ഉണ്ടാകും. ഈ പാറയിലേക്ക് വരുന്ന നമ്മൾ ഓരോരുത്തരും ഇവിടം വൃത്തിയായി സൂക്ഷിക്കുമെങ്കിൽ ഇനിയും എത്ര മനോഹരമായി മുന്നോട്ട് പോകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണിത്.